പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ സുലഭമായി മഴ പെയ്തുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ മഴവെള്ളം ചുമ്മാ പാഴാക്കി കളയാം. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴവെള്ളം എല്ലാം പാഴാക്കി കളയല്ലേ. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യണം. നമ്മൾ ഒരു ഇച്ചിരി മഴവെള്ളം സേവ് ചെയ്താൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്താണെന്നറിയോ? ശാരീരിക മാനസിക ബെനിഫിറ്റ്, ഉപകാരങ്ങൾ, അത്ഭുതകരമായ രോഗശമനം. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് ശുദ്ധമായ മഴവെള്ളം അതെങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് പറയുന്നുണ്ട് ക്ലാസ്സിൽ. കളക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ തേൻ ഒരൽപ്പം ആഡ് ചെയ്തിട്ട് കുടിച്ചാൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ രോഗമാറ്റങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കേണ്ടതാണ്. എന്താ മഴവെള്ളത്തിൻ്റെ മഹത്വം, അത് ശരീരത്തിനും മനസ്സിനും എങ്ങനെയാണ് ഗുണം ചെയ്യുക, രോഗങ്ങൾ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു പ്രത്യേക ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന നിഅമത്തുകളിൽ, നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകളിൽ ഏറ്റവും മൂല്യമുള്ള നിഅമത്താണ് മഴ. മഴ വർഷിക്കുക എന്ന് പറയുന്നത്. ആ മഴയുടെ ഉദ്ഘാടനത്തിൻ്റെ വാർഷികം, ആദ്യമായി ലോകത്തേക്ക് മഴ പെയ്തത് ഈ മുഹറം മാസത്തിലാണ്. അതിൻ്റെ അവസാനത്തെ മൂമെൻറ്റുകളിലാണല്ലോ നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്താണ് മഴ എന്ന് പറയുന്നത്. മഴ ഇല്ലാതെയായാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മഴ ഇല്ലാതെയായി പോയാൽ തീർച്ചയായും വരൾച്ച വന്ന്, ക്ഷാമം വന്ന് നമ്മൾ മരിച്ചു പോകും. ഒരു ജീവജാലങ്ങൾക്കും പിടിച്ചിക്കാൻ പറ്റില്ല. സസ്യങ്ങളൊക്കെ തകർന്നു പോകും. മഴയാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ നിഅമത്താണ്, സമുന്നതമായ നിഅമത്താണ്. ഈ നിഅമത്തിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നതിൽ അശ്രദ്ധവാന്മാരാണ്. ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറക്കും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ. ഈ മഴ വർഷിക്കുന്നത് അള്ളാഹുവിൻ്റെ ആകാശ ലോകത്തുനിന്ന് പെയ്തിറങ്ങുന്ന മഴ, അത് ചുമ്മാ ഒരു അല്ല, വെള്ളമല്ല. ലിയുതഹിറക്കും ബിഹി, അതുകൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങളെ ശുദ്ധീകരിക്കുന്നുണ്ട് മഴവെള്ളം, മഴ. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ, പൈശാചികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്തിനു പറ്റും? മഴക്ക് പറ്റുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. എന്നാലോചിച്ചോക്കെ, പിശാചിൻ്റെ ഉപദ്രവങ്ങളെ നീക്കാനും മഴ കൊണ്ട് പറ്റും. നമ്മൾ അറിഞ്ഞിട്ടുണ്ടാ, മഴ ചുമ്മിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പടച്ചോനെ ഇന്ന് നല്ല മഴയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മിങ്ങനെ കമൻറ്റ് പറയാമെന്നല്ലാതെ, മഴ പെയ്ത് ഓടാന്നല്ലാതെ എന്തതിൻ്റെ മഴയുടെ സിറ് നമുക്കറിയോ? അത്ഭുതകരമായ എഫക്റ്റീവാണ് ഈ മഴയിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മളെ ശുദ്ധീകരിക്കുക, അതോടൊപ്പം പൈശാചികമായ പ്രശ്നങ്ങളെ ദൂരീകരിക്കുന്ന അവസ്ഥയുണ്ട്. കണ്ടില്ലേ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, തക്രാർ ചെയ്യുന്നില്ല. മഴ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് ആദ്യമായി മഴ പെയ്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുപ്പായ അഴിച്ചിട്ട് പോയി മഴയത്ത് വന്ന് നിൽക്കുന്നത്, മഴ പെയ്യുമ്പോൾ കയ്യിൻ്റെ ഭാഗത്ത് വസ്ത്രം നീക്കിയിട്ട് ആ മഴ ഇങ്ങനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുന്നത്, ആ ഒരു ബറക്കത്തൊക്കെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടല്ലേ മഴ നനയൽ സുന്നത്താണെന്ന് വരെ മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിരിക്കുന്നത്. അത് നനയാനുള്ള ആരോഗ്യവും ഇമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകില്ല. ആരോഗ്യക്കുറവുള്ള ആളുകൾക്കാണ് ചുമ്മാ ഒരു ചാറൽ മഴ നനയുമ്പോഴേക്ക് ഭയങ്കര മൂക്കൊലിപ്പായി, പിന്നെ പ്രശ്നമായി, ഇമ്മ്യൂണിറ്റി കുറവാണ്. യഥാർത്ഥത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന വലിയൊരു നിഅമത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ കാണാം. വിഷാദ രോഗം, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ ബാധിച്ച് അമിത ഉത്കണ്ഠ, ഡിപ്രഷനായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ, വലിയ പരിതാപകരമായൊരവസ്ഥ, അത് നീക്കം ചെയ്യാൻ മഴവെള്ളം ഏറ്റവും നല്ലതാണ്. മഴവെള്ളം ചുമ്മാ അങ്ങനെ മഴ ചെയ്തു പോയാൽ പോരാ, അത് ഏറ്റവും വൃത്തിയായ രീതിയിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ മാനസിക സംഘർഷമൊക്കെ പെട്ടെന്ന് പോകും. അത്ഭുതകരമായൊരു മരുന്നാണ്, മെഡിസിനാണിത്. അതേപോലെ മറ്റൊരു കാര്യമാണ് കണ്ണേറ്, സിഹർ. എന്നാലോചിച്ച് നോക്കി, മരണം പോലും സംഭവിക്കും, മരണം പോലും. ഇപ്പോൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, പടച്ചോനെ അങ്ങനെ ആത്മഹത്യ ചെയ്യലുണ്ടാവുമോ? അല്ലെങ്കിൽ ഇത്രയും നല്ലയാൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുമോ? അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിയാടുമോ? അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പോയ മനുഷ്യൻ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുന്ന ആളാണെങ്കിലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ അശ്രദ്ധമായി വണ്ടി ഇടിച്ച് പ്രയാസത്തിലായത് നമ്മൾ ചിന്തിക്കും.
പലപ്പോഴും ഈ മരണകാരണങ്ങളുടെ എല്ലാം അങ്ങനെയാണെന്നല്ല, ഒരു കാരണം പലപ്പോഴും കയറി വരുന്ന ഈ കണ്ണീറാണ്, അല്ലെങ്കിൽ സിഹറിൻ്റെ പ്രശ്നമാണ്, മരണത്തിലേക്ക് എത്തുന്നുണ്ട് അതൊക്കെ. അപ്പോൾ ഇതൊക്കെ അള്ളാഹിൻ്റെ അറിവോടുകൂടെയാണ് കേട്ടോ, അള്ളാഹ് അറിയാതെയല്ല, അള്ളാഹു വച്ചിരിക്കുന്ന സംവിധാനമാണിത്. അങ്ങനെ പലപ്പോഴും സിഹർ, കണ്ണീറിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മഴവെള്ളം, നല്ല ശുദ്ധമായ മഴവെള്ളം ശേഖരിക്കുക, എന്നിട്ട് അതിനകത്ത് കുളിക്കുക. അൽഹംദുലില്ലാഹ്, ശരീരത്തിൻ്റെ മുഴുവൻ ഇത്തരം പ്രയാസങ്ങൾ, കണ്ണീർ, സിഹറിൻ്റെ പ്രയാസങ്ങൾ, അതേപോലെ നെഗറ്റീവ് എനർജി, ഇതെല്ലാം നീങ്ങിപ്പോകാൻ കാരണമാകും ശുദ്ധമായ മഴവെള്ളം കൊണ്ട് കുളിച്ചാൽ. അത് ഷിഫായിൻ്റെ വെള്ളമാണ്, അത്ഭുതകരമായ വെള്ളമാണ്. അതേപോലെ മറ്റൊന്നാണ്, മൂന്നാമത്തേത് മാ ഉന്നീസാൻ. മാ ഉന്നീസാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെയ്തിറങ്ങുന്ന ചില പ്രത്യേക സമയങ്ങളിൽ പെയ്യുന്ന മഴ, വരുന്ന മാസങ്ങളിലൊക്കെ ആ മഴ മെഡിസിൻ്റെ പവർ ചെയ്യുന്നുവെന്നാണ്. ആ മഴവെള്ളം ശുദ്ധമായി എങ്ങനെ കളക്ട് ചെയ്യേണ്ടത് ഞാൻ പറയാം. ശുദ്ധമായ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്ത് ആ വെള്ളത്തിലേക്ക് ഫാത്തിഹ, ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, ഇത്രയും സൂറത്തുകൾ, വചനങ്ങൾ 70 തവണ നമ്മൾ ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. 7 ദിവസം തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യാം. ഈ സംഗതി 7 ദിവസം ചെയ്യണം. 70 തവണ മന്ത്രിച്ച് വെള്ളത്തിലേക്ക് ഊതുക, അത് കുടിക്കാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ 70 തവണ ഈ ഓരോ നമ്മൾ പറഞ്ഞ സൂറത്തുകളും പാരായണം ചെയ്തു, അതിലേക്ക് ഊതി, എന്നിട്ട് നമ്മൾ കുടിച്ചു. അങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ പ്രശ്നങ്ങൾ എന്താ? കാഴ്ചക്കുറവ്, സകല പിടുത്തം വിട്ട് കാഴ്ച മങ്ങിപ്പോകുന്ന പ്രശ്നം അത് പരിഹരിക്കും. മാത്രമല്ല, മാറാത്ത തലവേദന, പോകാത്ത ഹോസ്പിറ്റലില്ല, കൺസൾട്ട് ചെയ്യാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത മെഡിസിൻ ഇല്ല, സകല പിടുത്തം വിട്ടു, കുഴപ്പമില്ല, അള്ളാഹു ഷാഫിയാണ്, ശിഫ നൽകും. അമൃത നമ്മൾ കുടിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഷിഫായിൻ്റെ ഈ വെള്ളം കുടിച്ചാൽ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മാറാത്ത തലവേദന. അതേപോലെ മൂന്നാമത്തെ കാര്യമാണ്, വൈറസ് സംബന്ധമായ സകല അസുഖങ്ങളും, ഉദരവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നവും മാറ്റാൻ മഴവെള്ളത്തിന് മെഡിസിൻ്റെ പവറാണ്. ചുമ്മാ സൈഡ് എഫക്റ്റുള്ള പവറല്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാന്ന് മാത്രമല്ല, മുഴുവൻ കിട്ടുന്ന എഫക്റ്റ് മുഴുവനും നമുക്ക് ഗുണകരമായ എഫക്റ്റുകളാണ്. വയറിൻ്റെ സകല പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നം, സകല പ്രശ്നവും വയറിൻ്റെ മാറും. വയറിൻ്റെ പ്രശ്നമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതേപോലെ നാലാമത്തെ കാര്യമാണ്, ശരീരത്തിൻ്റെ നീരുകളൊക്കെ മാറിപ്പോകും. അത്ഭുതകരമായ വെള്ളമാണ് മഴവെള്ളം. അതേപോലെ വാതരോഗങ്ങൾ, വാദത്തിൻ്റെ പ്രശ്നങ്ങൾ, ജോയിൻ്റ് പ്രയാസങ്ങളൊക്കെ കൊളുത്തി പിടിക്കുക, കൊച്ചി പിടിക്കുന്ന അവസ്ഥകൾ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിൽ നിന്ന് റിലീസാകാൻ പറ്റും. തിബ്ബ് നബവിയിൽ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ അന്തിച്ച് മൊത്ത കണ്ണായി പോകും. നമ്മുടെ അത്ഭുതപ്പെട്ട് നിന്നോ. എന്താ പറയുന്നതെന്നറിയോ? മാഉൽ മുത്തിരി അജ്വദുൽ മിയാഇ. മഴവെള്ളം എന്ന് പറയുന്നത് ചുമ്മാ വെള്ളം പോലെയല്ല കേട്ടോ. അത് ചുമ്മാ നമ്മൾ മൊത്തം പാഴാക്കി കളയേണ്ട വെള്ളമല്ല. അത് അജ്വദുൽ മിയാഇ, വെള്ളങ്ങളിൽ ഏറ്റവും ഉത്തമമായി പെർഫെക്റ്റായ വെള്ളം മഴവെള്ളം. അത് സയൻറ്റിഫിക്കലായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന വിഷയമാണ്. ഏതായാലും മഹാനവറുകൾ പറയാണ്, ഏറ്റവും ഉത്തമമായ വെള്ളമാണ് മഴവെള്ളം. മഹാനവറുകൾ പറയാണ്, അൽതഫുഹ, അത് ലൈറ്റായ നേർത്ത വെള്ളമാണ്, കനം കുറഞ്ഞ വെള്ളമാണ് മഴവെള്ളം. എന്നിട്ടോ അംഫഉഹ, അത് ഏറ്റവും ഉപകാരം ചെയ്യുന്ന പ്രയോജനം മറ്റു വെള്ളങ്ങളെ പോലെയല്ല. ചുമ്മാ കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളം പോലെ അല്ല. നമ്മൾ പറയാൻ പോകുന്ന നിലക്ക് മഴവെള്ളം നമ്മൾ കളക്ട് ചെയ്താൽ ആ വെള്ളം ഏറ്റവും പ്രയോജനം കിട്ടുന്ന വെള്ളമാണ്. വഅലമുഹ ബറക്കത്തൻ, അത് ബറക്കത്ത് ഏറ്റവും ഉന്നതമായ വെള്ളം. ആലോചിച്ച്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശരീരത്തൊക്കെ ചാടിക്കുന്നത്. ബറക്കത്തുള്ള വെള്ളമാണ് മഴവെള്ളം. ആ ബറക്കത്ത് പെയ്തിറങ്ങുമ്പോൾ രോഗിയായി പോകാൻ മാത്രം നമ്മൾ ആരോഗ്യം കുറഞ്ഞവരായിപ്പോയല്ലോ പ്രിയപ്പെട്ടവരെ. ആലോചിച്ച് നോക്കണം. ബറക്കത്തുള്ള വെള്ളമാണ് മഴവെള്ളം. യഥാർത്ഥത്തിൽ മഴ പെയ്യുമ്പോൾ മഴ കൊണ്ടിട്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. മഴ ഭൂമിയിലേക്ക് പെയ്യുമ്പോൾ ഭൂമിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിലുണ്ടാകുന്ന വൈറസുകൾ, ബാക്ടീരിയകൾ, അത് ആക്റ്റീവാകുന്ന, അത് ശ്വസിച്ചിട്ടാണ് അത്രേ, നമ്മൾ വലിച്ചു കയറ്റിയിട്ടാണ് അത്ര രോഗങ്ങൾ ഉണ്ടാകുന്ന പറയുന്നത്. അല്ലാതെ ചുമ്മാ പച്ചവെള്ളത്തിനൊരു പ്രശ്നമില്ല. മഴവെള്ളത്തിന് ഷിഫായിൻ്റെ വെള്ളമാണ് എന്നൊക്കെ പഠനങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, വഅലമുഹ ബറക്കത്തൻ, അത് ഏറ്റവും സമുന്നതമായ ബറക്കത്താണ് മഴവെള്ളം കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. വഹുവ മാഉൻ മുബാറക്കുൻ, അത് മുബാറക്കായ വെള്ളമാണ്. പടച്ചോനെ, സംസം വെള്ളത്തെക്കുറിച്ച് അല്ലട്ടോ പറയുന്നത്. അത് ഭയങ്കര പോരിശാക്കപ്പെട്ട വെള്ളമാണ്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സംസം വെള്ളത്തെക്കുറിച്ചാണെന്ന്. അല്ല, ചുമ്മാ മഴവെള്ളമില്ലേ നമ്മുടെ മുറ്റത്ത് ചാടി ഉണങ്ങിപ്പോകുന്ന വെള്ളം, പെയ്ത് ഇറങ്ങുന്ന വെള്ളം, ആ മഴവെള്ളേ അത് മാഉൻ മുബാറക്കുൻ, ബറക്കത്താക്കപ്പെട്ട മുബാറക്കായ വെള്ളമാണ് ആ വെള്ളം. അത് യുഹീല്ലാഹു ബിഹിൽ അർള ബഅദ മൗതിഹ,
ഭൂമി മരിച്ചതിന് ശേഷം ഭൂമിയെ ജീവിപ്പിക്കുന്ന വെള്ളമാണ്. എല്ലാം സസ്യങ്ങളൊക്കെ ഉണങ്ങിപ്പോയി തരിശ് ഭൂമി പോലെയായി. ഒറ്റ മഴ ഇങ്ങോട്ട് പെയ്തു, പച്ചപ്പ് ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങി. അത് ഭൂമിക്ക് ജീവൻ കൊടുക്കുന്ന വെള്ളമാണ്, ഹയാത്ത് കൊടുക്കാൻ കഴിവുള്ള വെള്ളമാണ് മഴവെള്ളം. നിസ്സാര കേസല്ല. മാത്രമല്ല വയുക്കിൽ അബദാന, ശരീരത്തെ ശുദ്ധീകരിക്കും. ശരീരത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെയും ശുദ്ധീകരിക്കുന്ന, വിഷാംശങ്ങളെ ശുദ്ധീകരിക്കാനുള്ള പവർ എന്തിനുണ്ട്? ഈ മഴവെള്ളത്തിനുണ്ട്. വയുതഹിറുഹാ മിനൽ അദ്വാഇ, തീർച്ചയായും നിങ്ങളുടെ രോഗങ്ങളെ ശുദ്ധീകരിക്കാൻ എന്തിനു പറ്റും? മഴവെള്ളത്തിന് പറ്റും. ചുമ്മാ ചെളി കഴുകി കളയാൻ മാത്രമല്ല, ഉള്ളിലുള്ള രോഗങ്ങൾ, പ്രശ്നങ്ങൾ, അതിനെ പരിഹരിക്കാനുള്ള മെഡിസിനാണ് എന്ത്? മഴവെള്ളം. അത് മുബാറക്കാണ്, അത് ബറക്കത്താക്കപ്പെട്ടതാണ്, അത് ഏറ്റവും നഫ്ഉള്ളതാണ്, ഏറ്റവും ലൈറ്റ് സോഫ്റ്റായ വെള്ളമാണ്. മഹാനവകൾ പറയും, ഇബ്നുൽ ജൗസി നിങ്ങൾ പറയാം, നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിൻസുകളെ, പുറത്തു പോകേണ്ട വിഷാംശങ്ങളെ പുറത്തു കളയാൻ. ഇപ്പോൾ നമ്മൾ മരുന്നുകൾ കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റായി അതിൻ്റെ വിഷാംശങ്ങളുണ്ടാകും, ഭക്ഷണത്തിലൂടെയുള്ളതുണ്ടാകും, വായിലൂടെയുള്ളതും, പല വിഷാംശങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാകും. അതൊക്കെ വളരെ തുടച്ചു ശരീരം ശുദ്ധീകരിക്കാൻ പറ്റുന്ന വെള്ളമാണ് മഴവെള്ളം. അത് ചുമ്മാ പുറത്തായി ഇങ്ങനെ പോയാൽ പോരാ, അത് ഉള്ളിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. വലിയ പവറാണ്. ശരീരത്തിൽ വിട്ടുമാറാതെ ചൊറിച്ചിൽ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, സ്കിൻ ഡിസീസ്, സ്കിൻ സംബന്ധമായ പല ചൊറികളും വ്രണങ്ങളും പ്രയാസങ്ങളുള്ള ആളുകൾ, അവർക്ക് മഴവെള്ളം കൊണ്ട് കഴുകിക്കളയുക, മഴവെള്ളം കൊണ്ട് കുളിക്കുക, അതൊക്കെ അതിൽ നിന്ന് വലിയ സലാമത്ത് കിട്ടാൻ, ആ രോഗം മാറിപ്പോകാനൊക്കെ കാരണമാകും എന്ന് നമുക്ക് കാണാം. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് കളക്ട് ചെയ്യുന്നതിൽ ചുമ്മാ വീടിൻ്റെ ടെറസിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു, ഷീറ്റിൽ നിന്ന് ചാടുന്ന ഓസിലൂടെ വന്ന് ചാടുന്നത് ബക്കറ്റ് വെച്ചു, ഇതല്ല നമ്മളിവിടെ കുളിക്കാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കേണ്ടത്. ഏറ്റവും പ്യൂറായിട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്യണം. അതായത് നേരിട്ട് മഴവെള്ളത്തെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മറ്റുള്ള സ്ഥലത്ത് നിന്ന് വലിച്ചു വരുന്നത്, പൈപ്പിലൂടെ വരുന്നതല്ല വേണ്ടത്. വീടിൻ്റെ ഇറയത്ത് വെച്ചു അവിടെ നിന്ന് ചാടി, അതല്ല നമുക്ക് കുളിക്കാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കേണ്ടത്. ഒക്കെ ഉപയോഗിക്കാം, പക്ഷേ ഇവിടെ പറഞ്ഞ കുടിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഏറ്റവും പ്യൂറായിരിക്കണം, ശുദ്ധമായിരിക്കണം. അതിനങ്ങനെ തന്നെ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബക്കറ്റ് വെച്ചിട്ടോ പാത്രങ്ങൾ വെച്ചിട്ടോ ശേഖരിക്കുക. താഴേട്ട് മഴവെള്ളം ചാടുമ്പോൾ അതിൽ നിന്നും അഴുക്കുകൾ ഇതിലേക്ക് തെറിക്കുന്ന ഭാഗം ഉണ്ടാകാതെ നല്ല ഉയർന്ന സ്ഥലത്ത് വെക്കാം. വേണമെങ്കിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കരടുകളൊക്കെ ചാടാനിടയുണ്ടെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കോട്ടൺ തുണി കൊണ്ട് അല്ലെങ്കിൽ അരിപ്പ കൊണ്ട് നമുക്കൊന്ന് മൂടി വെക്കുന്ന നല്ലതാണ്. അപ്പോൾ നമുക്ക് ചെറിയ പിന്നെ തെങ്ങിൻ്റെയോ മറ്റു വൃക്ഷങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ ഇതിലേക്ക് ചേരാതിരിക്കാനൊക്കെ നല്ലതാണ്. ഏതായിരുന്നാലും ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ ഈ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളുള്ള, പ്രത്യേകിച്ച് ഈ ടൗൺ ഏരിയകളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചില ഫാക്ടറി ഏരിയകളിലൊക്കെ ഈ വിഷവാതകങ്ങളും അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങളൊക്കെ കരിയും പുകയൊക്കെയുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അവിടെ ഫസ്റ്റ് ആദ്യമായിട്ട് പെയ്യുന്ന മഴ വെള്ളം കളക്ട് ചെയ്യാതെ എന്ത് ചെയ്യുക, മഴയൊക്കെ ഒന്ന് നന്നായിട്ട് പെയ്തിട്ട് അത്തരം പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോയി എന്ന് കാണുമ്പോൾ ശുദ്ധമായിട്ട് കിട്ടുന്നത് കളക്ട് ചെയ്യാം. ഏതായാലും വളരെ വൃത്തിയോടുകൂടെ വേണം കളക്ട് ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ. ഒരുപാട് അത്ഭുതകരമായ ശിഫാ ഈ വെള്ളം കൊണ്ട് സാധ്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരുടെ ഉദ്ധരണി പരിശോധിച്ചാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റ വാക്കൂടെ പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടത്തിൽ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, വലിയ ആരോഗ്യവാനായ നല്ല കരുത്തും നല്ല പവറുണ്ടായിരുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബി, ആ മഹാനവറുകൾ പലപ്പോഴും ആരോഗ്യപരമായ പല ടിപ്സുകളും സംസാരിച്ചിട്ടുണ്ട്. രോഗമില്ലാതെ ജീവിക്കാൻ, ഉള്ള രോഗം മാറാൻ പലരും സംസാരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മഹാനവറുകൾ ഒരു ഉദ്ധരണി കാണാൻ പറ്റും. എന്താ അദ്ദേഹം പറയുന്നത്? ഇദാ അറാദ അഹദുക്കും ശിഫാ, നിങ്ങൾക്ക് രോഗം മാറണമെന്ന് മോഹമുണ്ടോ? എന്ത് രോഗമായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഡോക്ടർമാർ അത് പറഞ്ഞോട്ടെ ഇത് പറഞ്ഞോട്ടെ, രോഗമാണോ? രോഗമാണ്. മാറണമെന്നുണ്ടോ? മാറണമെന്നുണ്ട്. അങ്ങനെ മോഹമുണ്ടെങ്കിൽ ഫൽയസ്തക്തിബ് സൗജതഹു ദിർഹമൻ മിൻ മഹരിഹ. എന്താ ചെയ്യേണ്ടതെന്നറിയോ? വീട്ടിൽ പോയിട്ട് നമ്മുടെ ഭാര്യയുടെ മഹറുണ്ടല്ലോ, നമ്മൾ കൊടുത്ത മഹർ, അത് നമ്മുടെയല്ല, അത് അവളുടേതാണ്. മഹർ അവളുടെ സ്വന്തമാണ്. ആ മഹറിൽ നിന്നും ഒരു ദിർഹം, ഒരു രൂപ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ പൈസ നിങ്ങൾ വാങ്ങിയെടുക്കണം. ആ മഹറിൽ നിന്നും നിങ്ങൾ വാങ്ങിയെടുക്കണം. എന്തിനാ വാങ്ങുന്നത്? ആ വാങ്ങുന്ന ക്യാഷ് കൊണ്ടുപോയിട്ട് മഹറിൽ നിന്നും നിങ്ങൾ ഒരു തുക വാങ്ങണം. നിങ്ങൾ കൊടുത്ത മഹറില്ലേ, അതിൽ നിന്ന് ഒരിച്ചിരി വാങ്ങണം നിങ്ങൾ. അത് ചുമ്മാ പിടിച്ചു പറിക്കാനും പിന്നെ എൻ്റെ പ്രശ്നം മാറാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വിരട്ടിയൊന്നുമല്ല. പിന്നെയോ ബിത്വീബി നഫ്സി മിൻഹ, അവൾ നല്ല സന്തോഷത്തോടുകൂടെ പൊരുത്തപ്പെട്ട് തരണം. സംഗതി ഉസ്താദേ ഈ പറഞ്ഞിടത്തോളം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, സഹോദരിമാരല്ല സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഉള്ള രോഗം മാറില്ല എന്ന് മാത്രമല്ല,
പുതിയ പുതിയ രോഗങ്ങളും ഡാമേജുകളും വരാനുള്ള ഒരു കാര്യമാണ് ഉസ്താദ് ഇപ്പോൾ പറയുന്നത്. സംഗതി അലി റളിയല്ലാഹു തആല എന്ന് പറയുന്ന കാര്യമൊക്കെ ആകാം, പക്ഷേ ഇപ്പോൾ പ്രാക്ടിക്കൽ നടക്കില്ല. ചെന്നിട്ട് മഹർ ചോദിക്കണ്ട, കയ്യിലുള്ള കുറച്ച് ക്യാഷ് അത്യാവശ്യമായിട്ട് പെട്രോൾ അടിക്കാൻ 500 രൂപ തരാൻ പറഞ്ഞിട്ട് ഓളോട് ചോദിച്ചാൽ തന്നെ പിന്നെ അവിടെ പ്രശ്നത്തിൻ്റെ കോലാഹലമാണ്. പിന്നെ മരണം വരെ ഇത് തന്നെ വെറുവെറുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇടങ്ങേരത് അവളുടെ മഹർ പോയി ചോദിച്ചാൽ, അതും ഈ ആഭരണത്തിന് ഇത്രയേറെ വലിയ വാല്യൂ ഉള്ള കാലത്ത്, ഇത്രയേറെ ക്യാഷ് കൂടി നിൽക്കുന്ന ഈ സമയത്തെ ഒരു ഇച്ചിരി പൊന്ന് ചോദിച്ചുകൊണ്ട് ചെന്നാൽ എൻ്റെ പൊന്നേ ഫസാദാവും. പുതിയ പുതിയ ഡാമേജ് രോഗം കൂടുകയുള്ളൂ. അപ്പോൾ അതിന് നിൽക്കരുത് എന്നാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക. ഏതായിരുന്നാലും ഇതിനെ അവളുടെ മഹറിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്, ഇത് കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നും, പക്ഷെ നമുക്ക് പറ്റുന്നൊരു വകുപ്പുണ്ടിൻ്റെ അകത്ത്. എല്ലാവർക്കും എല്ലാം പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. ഇവിടെ പറയുന്നത് ബിതീബി നഫ്സി മിൻഹ, അവൾ സംതൃപ്തിയോടുകൂടെ തരുന്ന അവളുടെ മഹറിൻ്റെ ഒരു വിഹിതം, അതങ്ങനെ വേണമെങ്കിൽ തരാം. ഒരു പൊട്ടും പൊടി ഉണ്ടായാൽ നമുക്ക് തന്നു, അത് നമ്മൾ ക്യാഷാക്കി. അല്ലെങ്കിൽ അവരുടെ മഹറിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട, അവളുടെ മഹറിൻ്റെ മുതലിൽപ്പെട്ട ഒരു ക്യാഷായി കണക്ക് കൂട്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്നും നമുക്ക് ക്യാഷ് തന്നു. അപ്പോൾ നമ്മുടെ ഭാര്യ പൊരുത്തപ്പെട്ട് നമുക്ക് ഒരു ഹദിയ നൽകി, നമുക്കൊരു പൈസ തന്നു, ആ ക്യാഷ് നമ്മൾ വാങ്ങിയിട്ട്, അപ്പോൾ ഭാര്യയുടെ മുതലാണ് ക്യാഷ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആയാൽ മിനിമം ഇതിൻ്റെ പവർ കിട്ടും. മഹറിലേക്കൊക്കെ പോയി പ്രയാസാക്കല്ല, നമ്മൾ ഭാര്യയുടെ സമ്പത്തിൽ നിന്നും അവൾ നമുക്ക് പൊരുത്തപ്പെട്ട് നൽകുന്ന അവളുടെ ക്യാഷ്, അവൾക്ക് എവിടുന്ന ക്യാഷ്? അവൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജോലിക്ക് പോകാത്ത നമ്മളെപ്പോലുള്ള സാധുക്കളായ നമ്മുടെ ഭാര്യമാർക്ക് എവിടുന്ന ക്യാഷ്? നമ്മൾ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ വാപിച്ചു കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ മക്കൾ പെരുന്നാപ്പടി കൊടുത്തിട്ടുണ്ടാകും. ഇതൊക്കെ കൊടുക്കണം എന്ന് പറയുന്നത് അതാണ്, ഇതൊക്കെ നമുക്കാണ് ഉപകാരം എന്ന് കരുതിയിട്ട് സാധുവിനെ വിരട്ടിയിട്ട് മുഴുവൻ ക്യാഷ് വാങ്ങിയിട്ട് ഡെയിലി രോഗം മാറ്റുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ ഏറ്റവും എഫക്റ്റീവായി ചെയ്യേണ്ട, നല്ല മനസ്സോട് പരസ്പരം പൊരുത്തപ്പെട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. ഏതായിരുന്നാലും അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ഇങ്ങോട്ട് വാങ്ങിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ക്യാഷ് കൊണ്ട് സുമ്മ ലി യസ്തരി ബിഹി അസ്ലൻ, അതുകൊണ്ട് തേൻ വാങ്ങി എന്ന് പറഞ്ഞാൽ എവിടെ എങ്ങാണ്ടൊക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന ശുദ്ധമായ തേൻ ഇവിടെ കിട്ടും എന്ന് പറഞ്ഞൊരു വലിയ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. ശുദ്ധമായ തേൻ അവിടെ കിട്ടുമായിരിക്കും, നമുക്ക് കിട്ടണ്ടേ? മിനിമം പ്രോസസ്സ് ചെയ്യാത്ത തേൻ എവിടെയാണ് പ്രിയപ്പെട്ടവരെ കിട്ടുക? ആരത് കൊടുക്കുക? തേൻ പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിച്ച് ചൂടാക്കി അതിൻ്റെ മുഴുവൻ ഷിഫാഇൻ്റെ രോഗം മാറ്റുന്നതിൻ്റെ, രോഗം മാറ്റുക എന്ന് പറയുന്ന അമൂല്യമായൊരു പവർ ഷിഫാ ഉല്ലിനാസ് അല്ലാഹ് കൊടുത്തിരിക്കുന്ന പവറാണ്. ആ പവർ ശുദ്ധീകരിച്ചതിനെ മാറ്റിക്കളഞ്ഞിട്ട് ഒരു ഗുണമില്ലാത്ത ചുമ്മ മധുരം ആ രീതിയിലേക്കുള്ള തേനല്ലേ, അത് പറ്റൂല. നല്ല ശുദ്ധമായ തേനായിരിക്കണം നമ്മുടെ കയ്യിലേക്ക് കിട്ടേണ്ടത്. അങ്ങനെ നമ്മൾ സംഘടിപ്പിച്ചാൽ, അങ്ങനെ നമുക്ക് തേൻ കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, ക്യാഷ് ആരുടെയാ? ഭാര്യയുടെ പൊരുത്തപ്പെട്ട കാശാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ടോ ഈ തേൻ കൊണ്ട് എന്താ ചെയ്യുക? ശുദ്ധമായ നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധമായ മഴവെള്ളം കളക്ട് ചെയ്യാം. എന്നിട്ട് ഒരു ഗ്ലാസ് മഴവെള്ളത്തിലേക്ക് ഈ തേൻ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ അത് സേവിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതകരമായ രോഗശമനം ഉണ്ടാവും. അത്ഭുതകരമായ രോഗശമനം. അത് ഒരു തവണ ചെയ്താൽ തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടും. അതൊരു 7 ദിവസം കണ്ടിന്യൂ ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിക്കണം. തേൻ മധുരത്തിൻ്റെ സംഗതി ആയതുകൊണ്ട്, തേൻ രോഗമായതുകൊണ്ടല്ല, നമ്മൾ രോഗിയായതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ രോഗിയായതുകൊണ്ടാണ് ഇത്തരം മുബാറക്കായ പലതും നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ ജസ്റ്റ് അന്നത്തെ ദിവസം മറ്റു ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ചിട്ട് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അൽഹംദുലില്ലാ ഇദാ അറാദ അഹദുക്കും ശിഫാ, നിങ്ങൾക്ക് രോഗം മാറണോ? ഇതിലൂടെ മാറും. കാരണം ഇത് മുബാറക്കായ വെള്ളമാണ്, മഴവെള്ളം. അതോടൊപ്പം ഷിഫാഇൻ്റെ അമൃതാണ് തേൻ എന്ന് പറയുന്നത്. രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ ഏറ്റവും പവറാണ്. ആരാ പറയുന്നത്? ഏറ്റവും വലിയ ആരോഗ്യം ലോകത്ത് സമ്മാനിച്ച അലി റളിയല്ലാഹു തആല എന്ന് പറയുന്ന വാക്കാണ്. അത്ഭുതകരമായ ഷിഫാ ഈ വെള്ളം കൊണ്ടുണ്ടാകും. അതിനെന്താ വേണ്ടത്? തേൻ നല്ല പ്യൂറായിരിക്കണം, ശുദ്ധമായി തന്നെ മഴവെള്ളവും നല്ല പ്യൂറായിട്ട് നമുക്ക് കിട്ടണം, അഴുക്കില്ലാതെ കരടില്ലാതെ കിട്ടണം. രണ്ടും ഒക്കെ ആണെങ്കിലും ഓക്കെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരുപാട് പേർക്ക്, ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കൃത്യമായിട്ട് ആരോഗ്യപരമായ രോഗങ്ങളില്ലാത്തൊരവസ്ഥയിലേക്കും ആരോഗ്യപരമായൊരു ഉണർവിലേക്കും കിട്ടാൻ കാരണമായി നമ്മുടെ കഫാക്ക് ഓർഗാനിക് ഒരു ഹണിയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ.
ശുദ്ധമായിട്ട് ഒരു കലർപ്പില്ലാതെ ഒരു ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയോ പ്രോസസ് ചെയ്യുകയോ ചെയ്യാതെ പച്ചക്ക് അങ്ങനെ തന്നെ കിട്ടുന്ന, അതുകൊണ്ട് തന്നെ അതിൽ ജലാംശം ഒട്ടും വറ്റിച്ച് കളയാതെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടാവും. അതേപോലെ തന്നെ സാധാരണ നാച്ചുറൽ, നമ്മൾ അങ്ങനെയുള്ള തേൻ കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ ഒറിജിനാലിറ്റി, നാച്ചുറാലിറ്റി എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിപണിയിൽ കണ്ടത് പരിശോധിച്ചതിൻ്റെ പരിശോധനാഫലമൊക്കെ നമ്മുടെ കയ്യിലുള്ളത്. അത് ഏറ്റവും വിശ്വസനീയമായിട്ട് 100% പക്കയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തേനാണ് ഈ കഫാക്ക് ഹണി എന്ന് പറയുന്നത്. ആവശ്യമുള്ളവർക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജിലൂടെയൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടാൽ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലെത്തുന്നൊരു സൗകര്യം ഉണ്ട് എന്നുകൂടെ ചേർത്ത് മനസ്സിലാക്കാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ തേൻ ചേർത്തുള്ള മഴവെള്ളം ഇബ്നുൽ ഖയ്യിം തങ്ങളൊക്കെ പറയുന്നുണ്ട് വയറിൻ്റെ സകല പ്രശ്നങ്ങളും മാറാൻ, അതേപോലെ തന്നെ കുടലിൻ്റെ അസ്വസ്ഥതകളെ, രോഗങ്ങൾ മാറാൻ, കുടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. യഥാർത്ഥത്തിൽ ഈ വിട്ടുമാറാത്ത താരനുണ്ടല്ലോ, തലയിലെ ഇങ്ങനെ തൊലികൾ പൊളിഞ്ഞു പോകുന്ന താരൻ്റെ പ്രശ്നം എന്ത് മരുന്ന് വെച്ചാൽ കുറച്ച് മാറും, പിന്നെ മാറും, പിന്നെയും വരുന്ന വിഷയം. ഇത് കുടലിൻ്റെ ചില പ്രശ്നങ്ങളാണ്. ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കുടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇത് കാരണമാകും. 3ാമത്തെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറും. 4ാമത്തെ അസിഡിറ്റി, ഒരുപാട് പേർക്ക് പ്രശ്നമാണ്. പൊളിച്ചത് കിട്ടുക, പ്രയാസം ഉണ്ടാകുക, നെഞ്ചരിയ, അതിൽ നിന്ന് സലാമത്തുണ്ടാവും. 5ാമത്തെ വയറിലെ അൾസറിൻ്റെ പ്രയാസം, എത്ര പ്രയാസമാണ്, അതൊക്കെ റിമൂവ് ആയി പോകും. രാവിലെ വെറും വയറ്റിൽ തേൻ ചേർത്ത മഴവെള്ളം കുടിച്ചാൽ ഇതുകൊണ്ട് വലിയ ഫലം ഉണ്ടാകും. ചുമ്മാ മഴവെള്ളം കുടിച്ചാലും ശരീരത്തിൻ്റെ വയറിൻ്റെ പല പ്രയാസങ്ങളും മാറിപ്പോകുന്ന അവസ്ഥകൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും, സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ശരീരത്തിൻ്റെ വിഷാംശങ്ങൾ അതൊക്കെ റിമൂവ് ചെയ്ത് കളയും, ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള. അതേപോലെ 7ാമത്തെ കിഡ്നി ലിവറിൻ്റെ പ്രവർത്തനം നല്ല പവർഫുള്ളാക്കും. കിഡ്നി ലിവറൊക്കെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും, വർക്കൗട്ട് ചെയ്യും. 8ാമത്തേത് ദോഷകരമായ ടോക്സിൻസുകളെ, വിഷാംശങ്ങളെ പുറന്തള്ളും, റിമൂവ് ചെയ്ത് കളയും. അതേപോലെ 9ാമത്തേത് വിട്ടുമാറാത്ത കഫക്കെട്ട്, അതേപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ, ശ്വാസമുട്ടിൻ്റെ പ്രയാസം, ആസ്മ, ഭയങ്കര പ്രയാസമാണല്ലത്. ഇത്തരം പ്രയാസങ്ങൾ മാറാൻ ഇളം ചൂടുമഴവെള്ളത്തിൽ, മഴവെള്ളം ചൂടാക്കിയിട്ട് ഇളം ചൂട്, ഒരല്പം ജസ്റ്റ് ഒന്ന് ചൂട്, ആ ഇളം ചൂടുവെള്ളത്തിലേക്ക് തേൻ ചേർക്കാം, എന്നിട്ട് കുടിക്കുക. ശ്വാസം മുട്ടും ഈ ആസ്മയും ഈ കഫക്കെട്ടും ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത്ഭുതകരമായി മാറാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് അത്ഭുതമുള്ള മുബാറക്കായ ബറക്കത്താക്കപ്പെട്ടൊരു വെള്ളമാണ് ഈ മഴവെള്ളം. അത് ഉപയോഗപ്പെടുത്താം. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ തേൻ ആഡ് ചെയ്തുകൊണ്ടുള്ള ആ വലിയ അമൃത് അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറുകളും നിഅമത്തുകളും നമുക്ക് നൽകട്ടെ. മഴ ഖൈറായിട്ട് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ നാടുകളിലും മഴയുടെ ഖൈർ അല്ലാഹു നൽകട്ടെ. അതിലൂടെ ഉണ്ടാകുന്ന ഒരു ശർറും ഒരു മഴക്കെടുതിയും നമുക്കുണ്ടാകാതെ, നമ്മുടെ വയനാട്ടിലൊക്കെ കണ്ടില്ലേ എത്ര വേദനയായിപ്പോയി. കഴിഞ്ഞ കൊല്ലത്തിൻ്റെ വേദന കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടില്ല. അപ്പോഴും ഈ അടുത്ത് സമീപത്തുണ്ടായ വലിയൊരു പ്രശ്നം, എത്രയോ പച്ച മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ ചുമ്മാ മണ്ണിനടിയിലേക്ക് പോയെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നടക്കുമ്പോൾ ഒന്ന് തട്ടി വീണാൽ എത്ര പ്രയാസമുണ്ട്, എത്ര നിലവിളിക്കും നമ്മൾ. അയ്യോ പൊത്തോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കില്ലേ, വേദനിക്കില്ലേ, എന്താ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കില്ലേ. ഒന്ന് വീണിട്ടേ ഉള്ളൂ. ഇത് ചുമ്മാ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത ചുമ്മാ പണിയെടുത്ത് കിടക്കുന്ന കരികരുത്ത ആളുടെ അടുത്തേക്ക് മണ്ണും കെട്ട് വന്നിട്ട് ചാടി മയ്യത്തായി പോകാന്ന് പറഞ്ഞാൽ എത്ര പ്രയാസം ഉണ്ടാകും. അത് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്തരം പ്രയാസങ്ങളെ തൊട്ട് എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله